ഗൈസ്, അഞ്ജലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ ഗൈസ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നല്ലോണം പഴുത്ത ഒരു ഏത്തപ്പഴം, 3 ഈന്തപ്പഴം, 1 സ്പൂൺ ചിയാ സീഡ്, 4 സ്പൂൺ ഓട്സ്, 1 സ്പൂൺ കസ്കസ്, 1 സ്പൂൺ ഫ്ലാക്സ് സീഡ്, പിന്നെ കൊഴുപ്പ് മാറ്റിയ 1 ഗ്ലാസ് പാല്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പഴം ഒന്ന് ഉടച്ചെടുക്കാം. നല്ലോണം പഴുത്ത ഒരു പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലാണ് നമ്മുടെ ഈ പഴം ഒന്ന് നല്ലോണം ഉടഞ്ഞു കിട്ടുള്ളൂ. ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ഉടച്ചെടുക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഏത്തപ്പഴം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ചെറിയൊരു സ്പൂണിന് 4 സ്പൂൺ ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് വറുത്ത് വച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ് നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അടുത്തതായി 1 സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. ഇത് 3 ഈന്തപ്പഴം കുരു കളഞ്ഞ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊഴുപ്പ് മാറ്റിയ പാല് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ എടുത്തിരിക്കുന്ന ഹോം മെയ്ഡ് തേനാണ്. അപ്പോൾ ഇത് നമുക്ക് 1 സ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒറിജിനൽ തേൻ ഞങ്ങളുടെ വീട്ടിലുള്ളതുകൊണ്ടാണ് ഒറിജിനൽ തേൻ എടുത്തത്. നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുക. പിന്നെ ഇതിലൊരിക്കലും പഞ്ചസാര ഇടാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് തേനാണെങ്കിലും വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിലും മധുരമൊക്കെ ഉണ്ടാവും. തേൻ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്മൂത്തി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ രാവിലെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങളിത് രാത്രിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്, ഏത്തപ്പഴം വെച്ചിട്ടല്ല. അത് രാവിലെ വെച്ചിട്ട് നമുക്ക് രാത്രി കഴിക്കാവുന്നതാണ്. നല്ലൊരു ഹെൽത്തി വെയിറ്റ് ലോസ് സ്മൂത്തി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് കൂടി ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.